Hi! Let us declutter and reorganize my wardrobe together, unaesthetically. കുറേ നാളായി മാറ്റിവെച്ചൊരു ടാസ്ക്കാണിത്. ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇപ്പം മാസം 2 കഴിഞ്ഞു. സംഭവം ഒതുക്കി വയ്ക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ ഒരു പണി ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിക്ക് ചെയ്യണം എന്നൊരു ഒബ്സഷൻ എനിക്കുണ്ട്. അതാണല്ലോ എൻ്റെ ഒരു മര്യാദ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നല്ല ഓട്ടത്തിലായതുകൊണ്ടും പ്രയോറിറ്റി ലിസ്റ്റിൽ വേറെയും കാര്യങ്ങൾ ടിക്ക് ഓഫ് ചെയ്യാനുള്ളതുകൊണ്ടും ഇത്രയും നേരെടുത്തു. പക്ഷെ കഴിഞ്ഞൊരു 1 വീക്കായി എൻ്റെ കാര്യങ്ങളൊന്നും നീങ്ങാതായപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. റൂം മെസ്സി ആയിരിക്കെ ഐ വോണ്ട് ബി ഏബിൾ ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ അതർ ടാസ്ക്. ഹോം ഫിലിമിൽ പറഞ്ഞ പോലെ യുവർ റൂം ഇസ് യുവർ മൈൻഡ്. അപ്പോൾ അത് മൂടിക്കിടക്കെ നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് ക്ലിയർ ആകുക? ഇതൊരു 1 ഡേ കൺസ്യൂം ചെയ്യുന്ന പണിയായതുകൊണ്ടും എനിക്ക് എന്നെ തന്നെ നന്നായി അറിയാവുന്നതുകൊണ്ടും ഘട്ടം ഘട്ടമായാണ് ഞാൻ ഡീക്ലട്ടർ ചെയ്യാൻ തുടങ്ങിയത്. സോ ദാറ്റ് തുടങ്ങുമ്പോഴുള്ള എനർജി ലാസ്റ്റ് വരെ സസ്റ്റെയിൻ ചെയ്യാൻ. എവിടുന്ന്? പൊതുവെ സ്വന്തം ചിന്തകളിൽ ലോസ്റ്റായി പോകുന്ന ആളായതുകൊണ്ട് ഈ ഡീക്ലറ്ററിങ് ആൻഡ് റീഓർഗനൈസിങ് എനിക്കൊരു തെറാപ്യൂട്ടിക് ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഗിവ്സ് മീ ടൈം ടു തിങ്ക് തിങ്സ് ത്രൂ. സോ എൻ്റെ മൈൻഡ് അപ്സെറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ ബാറ്ററി ലോ ആകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യത്തിലിരിക്കുമ്പോൾ, ഓർ ഒരു ബ്രേക്ക് ഡൗൺ കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ റിസോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് റൂം ക്ലീനിങ്, വാർഡ്രോബ് ഡീക്ലറ്റർ ഓ പാത്രം കഴുകൽ. യെസ്, ഒരു പ്രത്യേകതരം ജീവിയാണ്. പിന്നെ നിങ്ങൾ താഴെ കാണുന്ന 2 സെക്ഷൻ അത് ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഒരു വാർഡ്രോബ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വാർഡ്രോബിൽ നമ്മൾ അംഗം തുടരുകയാണ്. പിന്നെ ഈ ഡീക്ലട്ടറിങ്ങിനും സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1 ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് സ്റ്റേജ്. ആദ്യം തന്നെ എല്ലാം വെച്ച് താഴെടുക, സെക്ഷൻ ബൈ സെക്ഷൻ. പിന്നെ നിന്ന് തുണി മടക്കുക. ഈ നിന്ന് തുണി മടക്കുമ്പോഴാണ് എൻ്റെ തുണികളിൽ പല കാര്യങ്ങളും ഞാൻ നോട്ടീസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും തുണികളിൽ കറയുണ്ടോ, ആ കറ എങ്ങനെ വന്നു, ഇനി ആ കറ എങ്ങനെ മാറ്റും എന്നുള്ളത്. പിന്നെ പണ്ടെങ്ങാണ്ട് വാങ്ങിച്ച ടോപ്സും ഡ്രസ്സസൊക്കെ ഞാൻ ഡിസ്കവർ ചെയ്യണതും ഈ ഒരു നിമിഷത്തിലാണ്. എസ്തെറ്റിക്കലി എനിക്ക് തുണി മടക്കാൻ അറിയില്ലെങ്കിലും മടക്കി വെച്ച തുണി ഞാൻ പിന്നെയും മടക്കി വയ്ക്കും ടു ഗെറ്റ് എ സിമിലാരിറ്റി വിത്ത് അതർ ക്ലോത്ത്സ്. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. ഇനി സ്റ്റേജ് 2 ഡാൻസ് ആൻഡ് വർക്ക്. യെസ്, എവിടെ പോയാലും എന്ത് ചെയ്താലും ഡാൻസ് മുഖ്യം പികിലേ. അതുകൊണ്ട് ഹെഡ്ഫോൺസും ചെവിയെ വെച്ച് സ്വന്തം ഇഷ്ടത്തിന് ഓൺ ബീറ്റോ ഓഫ് ബീറ്റോ തുള്ള, അതും ആരും കാണാതെ. വാവ്, അതൊരു ഫീൽ തന്നെയാണ്. പിന്നെ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ പലപ്പോഴും പുതിയ സ്റ്റെപ്പുകൾ കണ്ടുപിടിക്കാറുള്ളത്. ആ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ ഞാൻ എൻ്റെ അടുത്ത ഡാൻസ് റീലുകളിൽ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ എന്നെ സമ്മതിക്കണം. നെക്സ്റ്റ് സ്റ്റേജ് 3 സെൽഫ് ഇൻ്റർവ്യൂ. ഇതെനിക്ക് കുട്ടിക്കാലം മുതലുള്ള ശീലമാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ വട്ടാണെന്ന് വിചാരിക്കുമെങ്കിലും ഈ ഒരു പ്രോസസ് ഹെൽപ്സ് മീ വെൻറ്റ് മൈ കൺസേൺസ്, റിഫ്ലക്ട് മൈ തോട്ട്സ്, ടോക്ക് അബൌട്ട് റാൻഡം സ്റ്റാഫ്, ഒബ്സർവ് മൈ ജെസ്റ്റേഴ്സ് ആൻഡ് ഈവൻ ഇംപ്രൂവ് മൈ ലാംഗ്വേജ്. എന്ത് ചെയ്യാനാ, കുട്ടിക്കാലം മുതലുള്ള ശീലമായി പോയില്ലേ. അത് പിന്നെ ഇപ്പോൾ മാറ്റാനൊന്നും പറ്റില്ല. അത് മാറ്റണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. കാരണം ഈ ഒരു ടൈമിൽ ഐ ക്യാൻ ടോക്ക് അബൌട്ട് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇറ്റ് സ്റ്റേസ് വിത്ത് മീ. പിന്നെ ഈ ഒരു ടൈം കഴിഞ്ഞ് എനിക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല ഞാൻ എന്താ സംസാരിച്ചതെന്നുള്ളത്. പക്ഷേ ആ ഒരു റിലീഫ് ഉണ്ടാവും. എന്തോ ഒരു ബേർഡൻ ലിഫ്റ്റ് ഓഫ് ആയ പോലെ തോന്നും. യു നോ വാട്ട് ഐ മീൻ? അടുത്തതാണ് സ്റ്റേജ് 4 വാക്കിംഗ്. ഒരു അന്തവും കുന്തമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ നടത്തത്തിൽ ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടുന്നതെന്ന് എനിക്കെന്നറിയില്ല. ഈ നടത്തം ഞാൻ നേരെ നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാശ് വരുത്തേനെ, വെറുതെ പറയില്ല. പിന്നെ വരുന്നതാണ് സ്റ്റേജ് 5 വാച്ചിങ് സംതിങ്. ചിന്തിച്ചൊരു പരിവാകുമ്പോൾ അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെറ്റ്ഫ്ലിക്സിലോ പ്രൈമിലോ വരുന്ന എന്തെങ്കിലും കാണാറ്. പക്ഷെ ഇത് അത്ര വലിയ നല്ല സംഭവമൊന്നുമില്ല. കാരണം എൻ്റെ ശ്രദ്ധ കൂടുതലും സ്ക്രീനിലായിരിക്കും. അപ്പം ഞാൻ പണിയെടുക്കുന്നത് കുറവായിരിക്കും. ഏത് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജാണ് സ്റ്റേജ് 6 ബ്രേക്ക്. നിർത്തിയിട്ട് പോയാലോ, നാളെ ചെയ്യാം. ഏയ് പറ്റില്ല, ഇന്ന് തന്നെ തീർക്കണം ലിച്ചു, നിന്നെക്കൊണ്ട് പറ്റും, ഇതൊക്കെ നിസ്സാരം. സെൽഫ് പ്രെപ് ടോക്സ് ആൻഡ് വെള്ളം കുടി, ലോട്ട്സ് ഓഫ് വെള്ളം കുടി. അങ്ങനെ ഈ സ്റ്റേജസ് ഒക്കെ താണ്ടി ഒരു 2 hour ബ്രേക്കിന് ശേഷം ഡിന്നറൊക്കെ കഴിച്ച് വയറൊക്കെ സെറ്റാക്കി നമ്മുടെ ഫൈനൽ സ്റ്റേജ് 7 കംപ്ലീഷൻ. നിങ്ങൾക്കിത് കാണുമ്പോൾ എസ്തെറ്റിക്കലി അറേഞ്ച് ആയിട്ടൊന്നും തോന്നില്ല. കാരണം ഇത് എസ്തെറ്റിക്കലി അറേഞ്ച്ഡ് അല്ല. എസ്തെറ്റിക്കലി അറേഞ്ച് ചെയ്യാൻ എനിക്കറിയില്ല. അറിയാത്ത പണിക്ക് ഞാൻ പോകാറുമില്ല. റീഓർഗനൈസ് ആൻഡ് ഡീക്ലട്ടർ മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ എൻ്റെ മുഖത്തെ ആഹ്ലാദം, സാറ്റിസ്ഫാക്ഷൻ, ഡാൻസ് സ്റ്റെപ്സ് നിങ്ങൾ കാണാതെ പോകരുത്. നമുക്കൊരു ബാഗ് ഓഫ് ക്ലോത്ത്സ് ആണ് ഡീക്ലട്ടർ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് അല്ലേ? പക്ഷേ പിക്ചർ അബീബി ബാക്കി ഹേ മേരെ ദോസ്ത്. കാരണം UK എന്നുള്ള 2 ബാഗ് ഓഫ് ക്ലോത്ത്സും പിന്നെ ഞാനിവിടെ ഒരു തിൻ്റെ നടന്നപ്പോൾ എൻ്റെ സഹപാഠിയായ റക്സാക്കിലെ ക്ലോത്ത്സും റീഓർഗനൈസ് ചെയ്ത് വാർഡ്രോബിൽ സ്പേസ് കണ്ടെത്തി ഇനിയും വെക്കാനുണ്ട്. അതിന് വേറൊരു വ്ളോഗ് തന്നെ വേണ്ടി വരും. അപ്പോൾ അന്ന് കാണുന്നവരെ നമുക്ക് ഇന്ന് പിരിയാം. ബൈ.